ശ്രീകുമാർ മനയിൽ നമ്മളിവിടെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രിക്ക് ആ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ആത്മഹർഷം പ്രകടിപ്പിക്കാനുള്ള വേദിയായി മാറുന്നത് കൊണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രണയങ്ങളെ ആഘോഷിക്കുന്നതുകൊണ്ട് പ്രണയത്തെ ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് 1,500 പ്രണയമുണ്ട്, ഇഷ്ടം പോലെയുണ്ട്, എല്ലാവരും ഇതുപോലെ പ്രേമിക്കൂ, അസൂയ മാറട്ടെ എന്നാണ്. മന്ത്രിയുടെ ഈ പ്രവൃത്തിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ അസൂയ കൊണ്ടാണ്, മന്ത്രിയെപ്പോലെ പ്രണയിക്കാൻ പറ്റാത്തതിന്റെ അസൂയ കൊണ്ടാണ് മറ്റുള്ള ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ കൂളായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം നമ്മളെ നയിക്കുന്ന 21 പേരിൽ ഒരാളാണ്. അതിനുശേഷവും സ്ത്രീപക്ഷ നിലപാടുകളെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വാചാലമാകാൻ മുഖ്യമന്ത്രിക്കും സഹപ്രവർത്തകർക്കും ഒക്കെ കഴിയുകയും ചെയ്യുമെന്ന ഒരു അവസ്ഥയിലാണ് കേരളം. അഭിലാഷ, ഇത് മന്ത്രിയുടെ പ്രണയങ്ങളെക്കുറിച്ച് അസൂയപ്പെടാൻ തക്ക ബുദ്ധിമാന്യൊന്നും എനിക്കില്ല. അതവിടെ നിൽക്കട്ടെ. എങ്കിലും അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ലീഗാലിറ്റി, 2 മൊറാലിറ്റി. ലീഗാലിറ്റിയിൽ ഈ അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. 112ലേക്ക് ഏത് വട്ടനും വിളിക്കാമെന്നുള്ളത്. ഈ 112 എന്ന നമ്പർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പാൻ ഇന്ത്യ സിംഗിൾ നമ്പറാണ്. ആ നമ്പറിലേക്ക് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് എതിരെ ആക്രമണമോ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ നമ്പറാണ്. ആ നമ്പറിൽ ഒരു വിളി വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കുക മാത്രമല്ല, പോലീസ് സ്ഥലത്തെത്തുകയും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ FIR ഇടുകയും വേണം. അത് നിർബന്ധമുള്ള കാര്യമാണ്, ലീഗലി അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? മന്ത്രിയുടെ ഭാര്യയുടെ തന്നെ വാക്കുകളെ മാത്രമേ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുള്ളൂ. അവർ പറയുന്നത് അവർ 112 വിളിച്ചു, പോലീസ് എത്തി, SP എത്തി, എന്നിട്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് കണ്ട് തിരിച്ചു പോയി. പക്ഷെ അവർ പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യൂ, എന്നെ ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അവരൊരു അപകടാവസ്ഥയിലാണെന്ന് ഈ പോലീസിന് അറിയാമല്ലോ, അവിടെ എത്തിയവർക്കറിയാമല്ലോ. പിന്നെ അവർ എന്തുകൊണ്ട് തിരിച്ചു പോയി എന്ന് പറയുന്നത് വലിയൊരു ലീഗൽ പ്രശ്നമാണത്. നമ്മുടെ ലോ ആൻഡ് ഓർഡറിൻ്റെ നിയമവാഴ്ചയുടെ ഏറ്റവും വലിയ തകർച്ചയുടെ ഉദാഹരണമാണ്. എങ്ങനെ ഇവർ എന്തുകൊണ്ട് പോലീസ് അവിടെ നിന്ന് തിരിച്ചുപോയി? മന്ത്രിയല്ല, മന്ത്രിയുടെ സ്റ്റാഫുകൾ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച്, നിങ്ങളൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെ അവർ പറഞ്ഞാൽ അത് ഒഫൻസാണത്. അഭിലാഷോ ഞാനോ ഇരിക്കുന്ന ആരോ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പിടിച്ച് വാങ്ങിച്ചാൽ അത് ഒഫൻസ് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ആ സമയത്ത് പോലീസ് ആ ഒക്കേഷൻ അനുസരിച്ച് ആക്ട് ചെയ്യേണ്ടതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം. പക്ഷേ അത് അവിടെ നടന്നില്ല. അവിടെ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ ബ്രേക്കപ്പ് യഥാർത്ഥത്തിൽ അവിടെ നടന്നു. അതാണ് ഇതിൻ്റെ ആ സമയത്ത് ഇപ്പം നമ്മൾ 112 ഒരാൾ വിളിക്കുക, ഒരു സ്ത്രീ വിളിക്കുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും അവിടേക്ക് നാക്കാൻ പറഞ്ഞു, അയ്യോ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ലാതെ പോയോ, പോലീസ് നേരം തിരിച്ചാ പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പം ഞങ്ങൾ പോയി കളയാം എന്ന് പറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെയൊക്കെ സാങ്കത്യം എന്താണ്? ഈ 112 നമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു നെറ്റ്വർക്കാണ്. നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെയും അവർ നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് നിർഭയ കേസിന് ശേഷം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഒരു ടോൾ ഫ്രീ നമ്പറാണിത്, ഈ 112 എന്നുള്ളത്. അതിനെ ഒരു മന്ത്രി നിഷ്പ്രയാസം പുതിച്ചാൽ ഏത് വട്ടനും അതിൽ വിളിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ലോ ആൻഡ് ഓർഡറിന്റെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ അപ്പോൾ എന്താ സംഭവം? ലോ ആൻഡ് ഓർഡർ, ലീഗൽ സിസ്റ്റം അവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞു. രണ്ടാമത് മൊറാലിറ്റിയെ കുറിച്ച് എനിക്കിപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനിടയ്ക്ക് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞൊരു വാചകത്തോട് ഞാനൊരു വിയോജിപ്പ് പറയാം. സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ജനവിധിയല്ല ഭരണഘടനയാണ് മുകളിൽ നിന്നുള്ളത്. ജയലളിത കേസിൽ സുപ്രീം കോടതി ജയലളിതയ്ക്ക് എതിരായ വിധിയിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കി. ജയലളിത ഇതേ വാചകം പറഞ്ഞു, ഞാൻ ജനങ്ങളെ തിരഞ്ഞെടുത്ത് വന്നതാണ്, അപ്പോൾ കോടതി വിധിയൊന്നും എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സുപ്രീം കോടതി ജയലളിത കേസിൽ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കി. അത് നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് മറന്നു കളയുന്നൊരു കാര്യമാണ് അഭിലാഷേ. ജനവിധിയല്ല, മറിച്ച് ഭരണഘടനയാണ് മുകളിൽ. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ എൻറ്റിറ്റി നിൽക്കുന്നത് ഭരണഘടനയിലാണ്, അല്ലാണ്ട് ജനവിധിയിലല്ല എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ എന്താണ്? ഒരു ഭരണഘടനാ ലംഘനം നടന്നു. അത് അത് കണ്ടെത്തി എൻഫോഴ്സ് ചെയ്യേണ്ട പോലീസ് അവിടുന്ന് പിൻവാങ്ങി. പിന്നെ നമ്മൾ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിന് എന്ത് വിലയാണ് കേരളത്തിലുള്ളത്? ഞാൻ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്. പിന്നെ മൊറാലിറ്റി എന്ന് പറയുന്നതിൽ ഈ പറയുന്ന പോലെ ഒരു പക്ഷേ KB ഗണേഷ് കുമാറിന് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുക. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവർ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കേസൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യേണ്ട. പക്ഷേ കഴിഞ്ഞ ദിവസം ഇപ്പൊ ജിൻഡോ പറഞ്ഞ ഇന്ന് രാവിലെയാണല്ലോ ഇത് പറഞ്ഞത്. തലേ ദിവസം അവർ പറഞ്ഞ എന്താണ്? എനിക്ക് ഇത്തരത്തിലുള്ള അനീതി നേരിട്ടു എന്ന് പറഞ്ഞപ്പോൾ ആക്ഷൻ എടുക്കാൻ കഴിയാതെ പോയതോടുകൂടി നമ്മൾ ഈ പറയുന്ന ലീഗൽ സിസ്റ്റം, നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം അവിടെ ബ്രേക്കപ്പ് ആയി. അവിടെയാണ് വിഷയമായത്.
നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിനെ കൊണ്ട് ചോദ്യചിഹ്നമാണ് ആ സ്ത്രീയുടെ ഇന്നലത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു മന്ത്രി ആയതുകൊണ്ടാണല്ലോ അങ്ങനെ പോലീസുകാർ കീഴ്വഴങ്ങി നിന്നത്. 112 എന്നുള്ളത് വട്ടുമൂക്കുമ്പോൾ വിളിക്കാനുള്ള നമ്പറാണെന്ന് നമ്മളെ ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തോട് പറഞ്ഞാൽ പിന്നെ ഈ സംവിധാനങ്ങൾക്ക് എന്ത് വിശ്വാസ്യത എന്ന പ്രശ്നവുമുണ്ട്.